ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പം ഇടിയപ്പം അങ്ങനെ ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 6 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മസാല പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഒന്ന് മുറിച്ചതും 2 പച്ചമുളകും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാള മുറിച്ചതും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ 2 തക്കാളി മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1/4 കപ്പ് നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലിയും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു 10 ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം, അതുവരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മതി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗരം മസാലയും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയിൽ ഞാൻ വരഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഇത് കുറച്ച് സമയം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കാം കേട്ടോ.